നമ്മൾ ഉടൻ തിരികെ എത്താം ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയതിനു ശേഷം. കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാനെതിരെ ആലപ്പുഴ അരൂരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആ പോസ്റ്ററിന്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾക്ക് വരാം. യൂത്ത് കോൺഗ്രസിന്റെ പേരിലാണ് കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാനെതിരെ ആലപ്പുഴ അരൂരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അരൂരിൽ പാർട്ടിയെ വളർത്തുവാൻ അരൂരുകാരും ലാഭം കൊയ്യുവാൻ പറന്നിറങ്ങുന്ന ദേശാടന പക്ഷികളും ഇനി വേണ്ട. അരൂരിൽ അരൂരുകാർ UDFന്റെ സ്ഥാനാർത്ഥിയാകട്ടെ എന്നാണ് പോസ്റ്ററിലുള്ളത്. ഇതടക്കമുള്ള വരികൾ നിറഞ്ഞവയാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ പോസ്റ്റർ. കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാനെതിരെ ആലപ്പുഴ അരൂരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഷാനിമോൾ ഉസ്മാന് ദോഷം ചെയ്യുന്ന പോസ്റ്ററാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അരൂരിൽ പാർട്ടിയെ വളർത്തുവാൻ അരൂരുകാരും ലാഭം കൊയ്യുവാൻ പറന്നിറങ്ങുന്ന ദേശാടന പക്ഷികളും ഇനി വേണ്ട. അരൂരുകാർ UDF സ്ഥാനാർത്ഥിയാകട്ടെ. അതായത് അരൂരിൽ പാർട്ടിയെ വളർത്തുവാൻ അരൂരുകാർ, അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുവാൻ, അതിനുവേണ്ടി വിയർപ്പൊഴുക്കുവാൻ അരൂരുകാർ, എന്നാൽ ലാഭം കൊയ്യാൻ വേണ്ടിയിട്ട് പുറമേ നിന്ന് ദേശാടന പക്ഷികളെ പോലെ ചിലർ വരുന്നു. ആ പരിപാടി ഇനി നടക്കില്ല. അരൂരുകാർ അവർ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയാകട്ടെ എന്നാണ് പോസ്റ്ററിലുള്ളത്. ഒരു ഭാഗത്ത് മുരളീധരൻ, കോൺഗ്രസ് നേതാവ് മുരളീധരൻ സ്ഥാനാർത്ഥിയായി വന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ ആലപ്പുഴ അരൂരിൽ കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ പേരിലാണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഔദ്യോഗികമായിട്ടുള്ള പോസ്റ്ററാണോ അല്ലയോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതാണ് ഈ നിമിഷങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിൽ പ്രസ്താവന നടത്തുന്നു. അതിലേക്ക് വീണ്ടും